ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അനുപേട്ടൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്തവണ സെലിബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ട്രാവൽ ചെയ്യാം എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ട്രാവലിംഗിലായിരുന്നു. ഞങ്ങൾ വെളിയിലൊക്കെ പോയി അടിച്ചു പൊളിച്ച്. അപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ പോയത്. അപ്പൊ അതിന്റെ വ്ളോഗ് ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ആദ്യം ഞാൻ ഇതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ വ്ളോഗ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ വ്ളോഗിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിട്ടിട്ട് അത് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട് ഇനി. പിന്നെ കുറച്ച് ബലൂണും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇനി എല്ലാം ശരിയാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാൻ വെളിയിൽ പോയിട്ട് ചെറിയൊരു കുറച്ച് റോസപ്പും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു വാലന്റൈൻസ് ഡേ കൂടെ ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഗിഫ്റ്റ് ഒന്നും ഇത്തവണ വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഗിഫ്റ്റുകളൊക്കെ മാക്സിമം കുറച്ചിട്ട് ആ പൈസ സേവ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. ഇനി എന്താ ബർത്ത്ഡേ വന്നാലും ആനിവേഴ്സറി വന്നാലും നമുക്ക് ട്രാവലിംഗ് അങ്ങനെ ഒരു ഇതാണ് നമ്മളിപ്പോൾ ഇനി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം വെറുതെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ഇപ്പൊ എല്ലാ ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. പിന്നെ മേടിച്ച് വെറുതെ ക്യാഷ് കളയാതെ നമുക്ക് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്തവണ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ 3 റോസപ്പ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യണം, ബലൂൺ ഡെക്കറേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് സമയമുള്ളൂ. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ വേണം ഒരു ദിവസം ഫുള്ള്. പിന്നെ അതിനിടയ്ക്ക് ഇതും കൂടെ ചെയ്യണം. അപ്പൊ ഞാൻ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. ആക്ച്വലി അനുവേണ്ട ഓരോ ഐഡിയയും കാണുന്നില്ല. ഇങ്ങനെ ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കാൻ തോന്നില്ല. പമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് അത് എന്താ നാട്ടിൽ കൊണ്ടുപോയി. പക്ഷെ നാട്ടിൽ ഒന്നും എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ ഇനി ഊതി കേൾപ്പിക്കേണ്ടി വരും. ഇത് ഇച്ചിരി ആക്കിയിട്ട് വേണം ഇനി കേക്കിന്റെ ഡെക്കറേഷൻ. അങ്ങനെ നമ്മള് ബലൂൺ എല്ലാം വീർപ്പിച്ചു കഴിഞ്ഞു. ഇനി അതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. വെച്ചുകൊണ്ടിന് ഇവിടെ ഭയങ്കര കളിയാണ്. ബലൂണൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ പ്രത്യേകത ഉണ്ടെന്ന്. അതിന് ബലൂണൊക്കെ ഇട്ട് ഭയങ്കര കളിയാണ്. അപ്പൊ ഇനി ബലൂണ് സെറ്റ് ചെയ്യാം.
തോന്നുന്നില്ല ഞാൻ ഇവനെ കൊണ്ട് അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുമില്ല. ഇതെല്ലാം മൊത്തം എന്റെ പ്ലാനിങ് മൊത്തം. A few moments. ഞാൻ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വിധത്തില് ഒപ്പിച്ചു വെച്ചു. സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ പിന്നെ പറിക്കുമ്പോ അത്രയും ഭാഗത്ത് പെയിന്റ് പോലും. അതാണ് എനിക്ക് ഡൗട്ട്. പിന്നെ ഞാൻ നൂലിലൊക്കെയാണ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഒട്ടും സമയമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് കേക്ക് കൂടെ സെറ്റ് ചെയ്യണം. അയ്യോ, അതിന് മുന്നേ വേറൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും വെച്ചില്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഫിൽ ചെയ്ത് വെക്കാം.
കേക്ക് പെട്ടെന്ന് റെഡിയാക്കണം. 5:45 7 മണിക്ക് ആണ് സാധാരണ വരുന്നത്. പക്ഷെ ഇന്ന് താമസിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു 7:30 8 മണിയൊക്കെ ആവുമായിരിക്കും. അങ്ങനാണെങ്കിൽ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ വേഗം സെറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. ഏകദേശം അത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഇനി അതുകൂടെ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഇനി ചെറിയൊരു ഇതുകൂടെ ചെയ്യണമെന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമോയെന്ന് അറിയില്ല. ഇപ്പം തന്നെ 7 മണിയായി. 7 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇറങ്ങാൻ നേരം വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ വിളിച്ചിട്ടില്ല. സാധാരണ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം വിളിക്കാറുണ്ട്. ഇനി ഇറങ്ങാൻ നേരം വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് വൈറ്റ് ചോക്ലേറ്റ് 2 ഹാർട്ട് ഷേപ്പിലുണ്ടാക്കിയിട്ട് ഇവിടെ കുത്തി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സമയം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ചെയ്യാമെന്ന് വെച്ചാൽ വരുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനി അതോടെ ചെയ്യാം. സമയം ഇപ്പോൾ 7:30 ഇതുവരെ വന്നിട്ടില്ല. രക്ഷപ്പെട്ടുന്ന ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ലിറ്റിൽ ഹാർട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ബലൂണ്, ഹായ് ബലൂണ്, ആ ബലൂണ് എപ്പോൾ വരുമെന്ന് ഇനി അറിയില്ല. 7 മണിയാകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. ആള് വന്നിട്ടുണ്ട്. ഹലോ, കേറി വരൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി ആനിവേഴ്സറി. അതൊക്കെ ഞാൻ മേടിച്ചു. എങ്ങനെയുണ്ട്? കേക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഞാൻ ഇത്രയും നേരം അവിടെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വന്നില്ല. ഇതേണ്ട് ഇപ്പൊ കയറി വന്നേക്കുന്നു. ഗ്രില്ലടക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ സെറ്റപ്പ്? എങ്ങനെയുണ്ട് എന്റെ സെറ്റപ്പ്? കളാവോ? പൊളിച്ച ലൈറ്റ് ഒക്കെ ഇട്ട് എങ്ങനെയുണ്ട്? സർപ്രൈസ്. ഇനി എന്നാ ഒരു സർപ്രൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്. ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേക്ക്. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. പോയി ഫ്രഷ് ആയിട്ട് വരൂ. A few moments later. ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ കട്ട് ചെയ്തോ. വെച്ചിക്കൂട്ടനെ പിടിച്ചോ. വെച്ചിക്കൂട്ടനെ ഇടത്ത് കൈയാണല്ലോ. വലത്തെ കൈ പിടിക്കടാ. അയ്യോ താഴെ വീഴ. അയ്യാ ഹാപ്പി ബർത്ത്ഡേയോ? പാട്ടൊന്നുമില്ല. അയ്യാ ഒരു ഊർന്നു പോത്. ക്രീം പറ്റി. ആ ഓക്കെ. ഹാപ്പി വാലന്റൈൻ. ഇവിടെ എല്ലാവരും ഹായ്. ഇതെന്ത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ കേക്ക്? സൂപ്പറാണ്. അപ്പൊ നമ്മള് കേക്കൊക്കെ മുറിച്ചു. ഹായ് ഗൈസ് പറഞ്ഞു. ഹായ്. കേക്കൊക്കെ തിന്ന് മോന്തക്കില് കേക്ക് ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ ബലൂൺ ബലൂൺ. ഹായ്. നമ്മുടെ കേക്ക് ഇതേണ്ടേ. ഇതാണ് കേക്ക് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ ഞാൻ എഴുതിയായിരുന്നു. പിന്നെ ഇവിടെ ദേവുവാനു എന്ന് എഴുതിയായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വന്നു. ഞാനൊരു 2 മിനിറ്റ് മുന്നേ വന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തത്. പക്ഷെ അപ്പത്തേനും വന്നു. ഞാൻ അത്ര നേരം അവിടെ ബാൽക്കണി പോയി നോക്കി നിൽക്കുമായിരുന്നു. അന്നേരം വന്നില്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേനും ഡോറിൽ മുട്ടുന്നു. പിന്നെ കേക്ക് എടുത്ത് നോക്കാൻ സമയം കിട്ടില്ല. പെട്ടെന്ന് ഞാൻ പിന്നെ അതെ റോസ് എടുത്തുകൊണ്ട് വീഡിയോ ഓണാക്കി കേക്ക് എടുക്കാൻ സമയം കിട്ടില്ല. അപ്പൊ ശരി, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി വ്ലോഗുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതെ, അതുവരെ എല്ലാവർക്കും
ടാറ്റ കൊടുത്തേ ടാറ്റ ഒരു ഉമ്മ കൊടുത്തേ